കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ എപ്പിസോഡ് 19 ആണ്. പിന്നെ ഒരു കാര്യം, ഈ ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യൂട്ടിലും ട്വിസ്റ്റ് ഉണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട. കാര്യം ഇന്നും പലരും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാര്യം പണ്ട് തൊട്ടേ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ കൂടിയും നമ്മുടെ പേജ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ലീമിൻ സംഗിന്റെ ശരീരത്തിന്റെ അകത്തൂടെ നമ്മുടെ സുഹ അവന്റെ കൈ കുത്തി കയറിയിട്ടുണ്ട്. അത് പഞ്ച് ചെയ്ത് ലീമിൻ സംഗിന്റെ ശരീരം പതുക്കെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. ആ ഒരു ഇറ്റാരത്തിന്റെ പ്രസൻസ് ഉണ്ടല്ലോ, അത് അവന്റെ ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടാകുന്നുണ്ട്. അവന് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം അവന്റെ ജോലൈൻ പൊട്ടിയിരിക്കുമല്ലേ. അവസാന വാക്കുകൾ പോലും അവന് സംസാരിക്കാൻ മേല. അത് മാത്രമല്ല, അവൻ പറയുന്നുണ്ട്, ആ ഒരു ഏലിയൻ എൻ്റെ ഫ്രണ്ടിൽ അപ്പിയർ ആയപ്പോൾ ഞാനോർത്ത് എൻ്റെ ജീവിതം തന്നെ മാറിപ്പോകുന്നു. കാര്യം ആ ഒരു വലിയൊരു മാറ്റം, ഈ ലോകത്തുണ്ടായ ഒരു വലിയൊരു മാറ്റമാണ് എൻ്റെ ജീവിതം ഇത്രയധികം മോശമാക്കി മാറ്റിയത്. പക്ഷേ ഈ അവസാന നിമിഷം ഞാനെന്തിനാണ് അവനെപ്പറ്റി ആലോചിക്കുന്നത്? നീ എന്തിനാണ് എന്നിങ്ങനെ താഴ്ത്തി നോക്കുന്നത്? നിനക്കറിഞ്ഞൂടെ ഞാൻ സൂപ്പർ സ്റ്റാർ ലീ മിൻ സംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ സൂഹുവിനെ നോക്കുന്നുണ്ട്. പക്ഷേ സൂഹുവിൻ്റെ കണ്ണിൽ അവൻ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഇവനെന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലീ മിൻ സംഗ് അവിടെ മരണപ്പെടുവാണ്. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സുഹോ ലെവലപ്പ് ആവുന്നുണ്ട്. സുഹോ അവൻ്റെ ശരീരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. യങ് മൊണാർച്ച്, അവസാനം താങ്കൾ അത് ചെയ്തല്ലേ? അപ്പോൾ ബേർ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു താങ്കൾക്ക് ഇത് പറ്റുമെന്ന്. ഈ സമയത്ത് സുഹോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് പറയുകയും ചെയ്യും, അവസാനമായിട്ട് ചിരിച്ചത് ലീ മിൻ സംഗ് ആണെന്ന് തോന്നുന്നു. ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിഞ്ഞൂടാ, ഞങ്ങൾ കുറച്ച് മാത്രം സംസാരിച്ചുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ഇത് യങ് മൊണാർച്ചിൻ്റെ ആദ്യത്തെ തവണയാണ് പുള്ളിക്കൻ്റെ ഒരേ റേസിലുള്ള ഒരാളെ കൊല്ലുന്നത്. ചെറിയ ഷോക്ക് കാണും. എന്തായാലും ലീ മിൻ സംഗിൻ്റെ സഹായത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു പ്ലെയറായി മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മേനെ കണ്ടുപിടിക്കാനും എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിളുള്ള ഒരാളായി മാറാനുമായിരുന്നു. പക്ഷേ ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായി ഗോൾസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ലീ മിൻ സംഗ് എന്നോട് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ആവശ്യമുള്ളതല്ല എൻ്റെ കയ്യിലുള്ളത്. ശരിയാണ്, അവൻ പറഞ്ഞത് എല്ലാം ശരിയാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ആ ട്യൂട്ടോറിയൽ പാസ് ചെയ്തപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും അച്ഛനെ കണ്ടപ്പോഴും എല്ലാം ചെറിയൊരു മാറ്റം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാര്യം എനിക്ക് വിജയിക്കണമായിരുന്നു. ശരിയാണ്, എനിക്കിപ്പോഴും വിജയിക്കണം. എനിക്ക് നന്നായിട്ട് തന്നെ വിജയിക്കണം. പക്ഷേ ഏതൊരു സർട്ടൺ പോയിന്റ് തൊട്ട് എൻ്റെ അച്ഛൻ എനിക്ക് കയ്യെത്താവുന്നതിലും ദൂരത്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ക്യാബ് ക്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് സ്ട്രോങ്ങർ ആകാൻ പോകുവാണ്. ഞാൻ സ്ട്രോങ്ങർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനുള്ളവരെക്കാട്ട് സ്ട്രോങ്ങർ ഞാനായി മാറും. അങ്ങനെ പതുക്കെ ഞാൻ ഇറ്റാർത്തിൻ്റെ അപ്പോസ്റ്റലിനെ സർപ്പാസ് ചെയ്യും, മോണാക്സിനെ സർപ്പാസ് ചെയ്യും, ഈവൻ എൻ്റെ അച്ഛനെ സർപ്പാസ് ചെയ്യും. ഞാനത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. യങ് മൊണാർച്ച്, കേൾക്കാൻ കുറച്ച് ഇതുണ്ട്, പക്ഷേ അത് ഇമ്പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ബേറു പറയുന്നുണ്ട്. അത് ശരിയാണ്, ഷാഡോ മൊണാർക്കിനെ താങ്കൾ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാനാണ്? പുള്ളിക്കാരായിട്ട് സ്ട്രോങ്ങർ ആകാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല. എൻ്റെ പൊന്നോ, നല്ല മൂഡായിരുന്നു, അത് നിങ്ങൾ നശിപ്പിച്ചല്ല. അങ്ങനെ റിവാർഡ്സ് ഒക്കെ നോക്കുവാണ്. റിവാർഡ്സ് കുറേ അധികം ഉണ്ട്. അതേപോലെ ലെവലപ്പ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അഡ്വാൻസ് ക്വസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സംഭവം വരുന്നില്ല, അവന് ഇനി ഒരു ക്ലാസ് വേണമല്ലോ. പക്ഷേ ഈ സമയത്ത് അവനെ മറ്റാരും നോക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റലാണ്. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ ശരിക്കും എൻ്റെ ഗാർഡ് ലെറ്റ് ഓൺ ചെയ്തല്ലേ. പക്ഷേ അവൻ ഇത്ര വലിയ പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ഓർത്തില്ല. എന്തായാലും ഇനി ഞാൻ അവനെ ഉറപ്പായിട്ടും എൻ്റെ ഒരാളാക്കി മാറ്റിയിരിക്കും. എൻ്റെ ഫ്രാഗ്മെൻറ്റിൻ്റെ മറ്റൊരു എബിലിറ്റിയാണ് സ്കെയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള ഒരാളുടെ വാല്യൂ, അതായത് ഒരാളുടെ ലൈഫ് ഫോഴ്സ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് എനിക്ക് അവരുടെ മാന യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് അതിൻ്റെ അടുത്തുള്ള കുറച്ചധികം ഹണ്ടേഴ്സിൻ്റെ മാനയൊക്കെ ഡ്രെയിൻ ഔട്ട് ആയി പോകുന്നുണ്ട്. അതെല്ലാം വന്ന് നമ്മുടെ ഇറ്റാത്തിൻ്റെ അപ്പോസിൻ്റെ അടുത്തേക്കും വരുന്നുണ്ട്. എന്നാലും ഇത്ര മതിയാകുമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു സ്റ്റാർ ഫ്രാഗ്മെൻ്റ് എടുത്തുകൊണ്ട് എന്താ പറയുക, ഒരു ബോ ആൻഡ് ആരോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സൂഹിനെ നേരെ വിടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. യങ് മൊണാർച്ച്, ഞാനും എൻ്റെ ബോഡി കഴിച്ചിട്ട് വല്ല മെമ്മറീസ് കിട്ടുമോ നോക്കട്ടെ. ഓ ശരിയാണ് ബെറു, നീ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യ്. ലീ മിൻ സംഗ് ശരിക്കും ഈ ലോകത്തിനെ വേർതിരുന്നല്ലേ. സോ ഞാനൊരു പ്ലെയർ ആയിരുന്നില്ലെന്ന് പറയാൻ നേരത്ത് തന്നെ സൂഹിൻ്റെ വയറ്റിലേക്കാണ് ആ ഒരു അറ്റാക്ക് വന്ന് കയറിയിട്ടുള്ളത്. കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അറ്റാക്കോ? എവിടെ നിന്ന്? ഈ സമയത്ത് ദൂരെ നമ്മുടെ ആ ഒരു ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റൽ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ സ്റ്റാർ ഫ്രാഗ്മെൻറ്റ് അതിൻ്റെ പണി തുടങ്ങുന്നത്. സൂവിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ കയറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു പാസീവുകളുടെ എഫക്റ്റ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് അത് വീണ്ടും അതിനെ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ നടക്കുന്നില്ലായിരുന്നു. അത് വീണ്ടും ഫെയിൽ ആകുമായിരുന്നു. ഡാർക്ക്നെസ്സിൻ്റെ അതോറിറ്റി ഇനി എൻ്റെ കയ്യിലാണെന്ന് അവൻ പറയാൻ നിർത്ത്. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. കാര്യം സിസ്റ്റം അത് ഓവർ റൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവന് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതെന്താണ്? ആ ഒരു ബിലീവർ ട്രാൻസ്ഫോർമേഷൻ പകുതി വെച്ച് നിന്ന് പോയല്ലോ.
ശരിയാണ്, സിസ്റ്റം എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തു, ഇത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഷാഡോസിനെ യൂസ് ചെയ്ത് എൻ്റെ ബോഡി കവർ ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കണ്ണ് പതുക്കെ മയങ്ങാൻ തുടങ്ങും. അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഹെൽത്ത് റാപ്പിഡ്ലി തന്നെ ഡ്രോപ്പ് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാകുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിക്കാരൻ ആ ഒരു അഡ്വാൻസ് ക്വസ്റ്റ് ഉണ്ടല്ലോ അത് യെസ് എന്ന് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അത് തുറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു വലിയൊരു ഗേറ്റും വരും. അഡ്വാൻസ് ക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി ആർക്കും സുഹുവിൻ്റെ കൂടെ അവിടേക്ക് കയറാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ടീംമേറ്റ്സിനല്ല ഷാഡോ ഡഞ്ചനിലേക്ക് അയക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ് സംഭവിക്കുന്നത്. പിന്നെ ഫുള്ള് ഇരുട്ടായിട്ട് മാറും. സുഹുയ്ക്ക് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ മരിച്ചോ? പക്ഷേ എനിക്ക് വേദനിക്കുന്നില്ലല്ലോ. എൻ്റെ വയറ്റിൽ ഒരു വലിയൊരു അറ്റാക്ക് ഉണ്ടായിട്ടും എനിക്ക് വേദനിക്കുന്നില്ല. അതിനർത്ഥം പെട്ടെന്ന് അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. സുഖമായിട്ട് എഴുന്നേറ്റിട്ടുമുണ്ട്. അവൻ നോക്കാൻ നേരത്ത് ഒരു വലിയൊരു പാത്വേലായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇറ്റാരത്തിൻ്റെ അപ്പോസ്റ്റലാണ്. പുള്ളിക്കാരൻ ആ ഒരു യുദ്ധം നടന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സുഹുവിൻ്റെ മാജിക് പവർ ഒന്നും പുള്ളിക്കാരന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെങ്ങോട്ട് പോയി എങ്ങനെ പോയി എന്നൊന്നും അവൻ ഇതുവരെ മനസ്സിലായിട്ടുമില്ല. പക്ഷേ ലീ മിൻസങ്ങിൻ്റെ ബോഡി അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിനർത്ഥം ഏതെങ്കിലും ഒരു ഗേറ്റ് ഓപ്പൺ ആക്കി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നാണ്. സോ എവിടെ പോയി? നീ എവിടെ പോയാലും കാര്യമില്ല. കാര്യം ഓരോ തവണ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ഇനിയും ഞാൻ നീ ഇട്ട് ഫൈറ്റ് ചെയ്യും. നിന്നെ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരാളാക്കി മാറ്റും, എന്തൊക്കെ സംഭവിച്ചാലും. പിന്നെ കാണിക്കുന്നത് സുഹു അവിടുന്ന് എക്സർസൈസ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഹീലായിട്ടുണ്ട്, എൻ്റെ വയറും എല്ലാം തന്നെ. പക്ഷേ എനിക്ക് എന്താണെന്നറിയാമല്ല, ഇതെങ്ങനെ സാധ്യമായി? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷാഡോ ഡഞ്ചിൻ്റെ കീ എടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ബോൺ സ്കില്ലും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു ഡഞ്ചൻ ആയിരിക്കും. ആ ഒരു ട്യൂട്ടോറിയലില്ലേ അതുപോലെ തന്നെ. സോ ചിലപ്പോൾ ഇതിൻ്റെ അവസാനം ഫാദർ ക്രിയേറ്റ് ചെയ്ത പോലെ എന്തെങ്കിലും കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വെച്ചാണല്ലോ വളർന്നത്. അതായത് ഓരോ തവണ ട്യൂട്ടോറിയലിലേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് വന്നത്. അതിനർത്ഥം ഇവിടെ ഏതെങ്കിലും ഒരു സെർട്ടനുള്ള ബോസിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വെപ്പൺസും കിട്ടി എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റും. എന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റിനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. അതിനർത്ഥം ഇവിടെയുള്ള ആരെ ഡിഫീറ്റ് ചെയ്താലും ഞാൻ വെപ്പൺസോ അതോ ബോൺ സ്കില്ലോ യൂസ് ചെയ്ത് വേണം ഡിഫീറ്റ് ചെയ്യാൻ. അതെന്തായാലും കുറച്ച് പാടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ഇവിടെ കൂടെ നടന്നു നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നടക്കുന്നുണ്ട്. അത് വലിയൊരു പാത്ത് വേ ആയിരുന്നു. അങ്ങനെ അവൻ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തോ സിമിലർ ആയിട്ടാണ് തോന്നുന്നുണ്ടെങ്കിലും എന്തൊരു റോങ് ആയുള്ള ഫീലും അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവനൊരു ഡോർ ശ്രദ്ധിക്കുന്നത്. ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ അവൻ പോയി നിൽക്കുന്നുണ്ട്. ഈ ഡോറ് ഇതെന്താണ് ഇവിടെ നിൽക്കുന്നത്? ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ, ഒരു ബോസ് മോൺസ്റ്ററും കാണുമായിരിക്കും. സോ ഇവനെ ഡിഫീറ്റ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഡോർ തുറക്കുവാണ്. സോ അഡ്വാൻസ് ക്വസ്റ്റ് ഇവിടെ കൊണ്ട് അവസാനിക്കും. ഞാൻ ഇവനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി സ്ട്രോങ്ങറായി മാറുമെന്ന് പറഞ്ഞാണ് ആ ഒരു ഡോർ തുറക്കുന്നത്. അവൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ ഇഗ്രിസ് ആണ്. ആ ഒരു നൈറ്റ്, അതായത് ഇതിനു മുമ്പ് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ഇഗ്രിസ് ആയിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അവൻ മുമ്പിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ എന്താണ് സംഭവിക്കണമെന്ന് അവന് മനസ്സിലാകുന്നില്ല. പക്ഷെ ആരോ ഒരാൾ അവൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്ന് അവന് മനസ്സിലായി. പക്ഷെ പെട്ടെന്നാണ് സുഹു ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയത്. കാര്യം സുഹുവിൻ്റെ എതിരെ നിൽക്കുന്നത് മറ്റാരുമല്ല, അവൻ തന്നെയായിരുന്നു. അവൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പാസ്റ്റിലെ ട്യൂട്ടോറിയല സുഹു. ഞാൻ ഇവനായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ്റെ സ്ട്രെങ്ത് ഞാൻ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. ഇവൻ അന്ന് ബെറുവിനെ വരെ ഡിഫീറ്റ് ചെയ്തതാണ്. ഇവൻ്റെ സ്ട്രെങ്തിനെ ഞാൻ എങ്ങനെ ഇവനെ ഡിഫീറ്റ് ചെയ്യാനാണ്? അടുത്ത സെക്കൻഡ് ആ സുഹു പുള്ളിക്കാരൻ്റെ എനർജിയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സെക്കൻഡ് പോലും വൈകാതെ നമ്മുടെ സുഹുവിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. സുഹുവിൻ്റെ ശരീരം ചിന്ന ഭിന്നമായി പോവും. അതായത് അവൻ്റെ ഓരോ ശരീരഭാഗങ്ങളും പൊട്ടിത്തെറിച്ച് ചോരൊക്കെ തെറിച്ച് ഇല്ലാണ്ടായി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 3 ടോർച്ചാണ്. ആ ടോർച്ചിനകത്ത് ഒരു ലൈറ്റ് കെട്ടിട്ടുണ്ട്. പെട്ടെന്ന് സുഹു ചാടി എഴുന്നേക്കുകയും ചെയ്യും. അവനൊരു കാര്യം മനസ്സിലായി. അവൻ വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അതായത് അവൻ മരിക്കാൻ നേരത്ത് റീസ്പോൺ ആകുവാണ്. പക്ഷേ എന്തിനാണ് ഒരു ബോസ് റൂമിൻ്റെ അകത്ത് ഞാൻ വീണ്ടും എന്തിനാണ് എന്നെ തന്നെ കണ്ടത്? ഇതാണോ അഡ്വാൻസ് ക്വസ്റ്റ്? ഞാൻ എന്നെ തരം ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എന്താണ് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അല്ല ഇത് ടെൻഷൻ അടിക്കാനുള്ള സമയമല്ല. സിസ്റ്റം എക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ സ്ട്രോങ്ങറായി മാറാനാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഇവിടെ കാണുമായിരിക്കും. എന്തായാലും ആ ഡോറിൻ്റെ പുറകിലുള്ള ഒരാളെ ഞാൻ ഡിഫീറ്റ് ചെയ്യണം. പക്ഷേ മറ്റേതെങ്കിലും വഴി കൂടെ ഇവിടെ കാണും. ഇത് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ കുറേയധികം വഴികളുള്ളതുകൊണ്ട് തന്നെ ആ ബോസ് സ്പോൺസർ എവിടെയാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് മറ്റേതെങ്കിലും ബോസിനെ തേടി പോകണം. അങ്ങനെ സുഖം മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അവൻ വീണ്ടും ഒരു ഡോർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ഡോറായിരുന്നു. സോ ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് അവൻ നന്നായിട്ട് ക്യൂരിയസ് ആണെങ്കിലും ആ ഡോർ തുറക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലുള്ളവർ തന്നെ ഞാൻ എന്തൊക്കെ ഒന്നാലും ഡിഫീറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് തുറക്കാൻ നേരത്ത് അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു. അതിന് നടുവിൽ ഒരു കുഞ്ഞു കൊച്ചു ഇരിപ്പുണ്ടായിരുന്നു. ആ കൊച്ചു മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ സുഹു തന്നെയായിരുന്നു. സുഹുവിൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ഇത് ഞാൻ തന്നെയല്ലേ? പക്ഷേ ഞാൻ ചെറുതാണെന്ന് മാത്രം. ഞാനെങ്ങനെ ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാനാണ്? അല്ല ഇവനെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഇച്ചിരിയില്ലാത്ത കൊച്ചിനെ ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോഴാണ് സുഹുക്ക് അത് സെൻസ് ചെയ്യാൻ സാധിച്ചത്. അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സുഹുക്ക് അവൻ്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം
റൂളേഴ്സ് അതോറിറ്റിയാണ് ആ കുഞ്ഞു കൊച്ച് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അവൻ എൻ്റെ ചൂണ്ടുവിരൽ പൊക്കി നേരെ സൈഡിലേക്കൊന്ന് ആക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ സുഹ തെറിച്ചു പോയി അവിടെ ഇടിച്ച് മരിക്കുവാണ്. അവൻ വീണ്ടും കണ്ണ് തുറക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു മൂന്നാമത്തെ ടോർച്ച് കെട്ട് ഇപ്പോൾ ഒരു ടോർച്ച് മാത്രമാണ് മിച്ചമുള്ളത്. കോപ്പ് അത് ഞാൻ തന്നെയാണോ? അതെൻ്റെ പവർ തന്നെയാണോ? ഒന്ന് കണ്ണടച്ച് തുറന്നത് പോലുമില്ല. അതിന് മുമ്പ് തന്നെ അവൻ എന്നെ കൊന്നു കളഞ്ഞു. ഞാൻ എങ്ങനെ ഈ ക്വസ്റ്റ് ക്ലിയർ ചെയ്യാനാണ്? അല്ല, പറഞ്ഞതുപോലെ 2 തവണ മരിച്ചു. ഞാൻ മുമ്പത്തെ ക്വസ്റ്റിലായിരുന്നപ്പോൾ എനിക്ക് 3 ലൈഫ് മാത്രമേ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. സോ ഇനി ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളല്ലേ. അപ്പോൾ അവൻ ശരിക്കും ഞെട്ടിത്തിരിച്ചു പോയി. കാര്യം അതിൻ്റെ മുകളിലേക്കുള്ളത് ഒരു ടോർച്ചല്ല, 1000 ടോർച്ചുകളായിരുന്നു. അവന് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്നായിരുന്നു സിസ്റ്റത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത്. അതായത് അനദർ വേയിലുള്ള ഒരു കാര്യം സിസ്റ്റത്തിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് തന്നെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോറിൻ്റെ പുറകിലുള്ള മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ സുഹയ്ക്ക് മുമ്പിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവൻ തിരിച്ച് ഈ ഡഞ്ചിൻ്റെ പുറത്തേക്കും പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് ഗൈസ്. ഇനി കൃത്യമായി പറഞ്ഞാൽ 4 ചാപ്റ്റേഴ്സും കൂടെയുള്ള സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ഇവിടെ അവസാനിക്കാനായിട്ട്.